എന്നാൽ പെട്ടെന്ന് തന്നെ കണ്ണുകളെ പിൻവലിച്ചു അവൻ എഴുന്നേറ്റു. അഗ്നി പെട്ടെന്ന് തന്നെ ഫ്രഷ് ആകാനായി ബാത്റൂമിലേക്ക് കയറി. കുറച്ചു നേരം ദക്ഷ അവൻ പോയ പുറകെ കണ്ണുനട്ട് നിന്നു. ദിവസങ്ങൾ കാറ്റുപോലെ പോയി മറിഞ്ഞു. അഗ്നിയും ദക്ഷയും രണ്ട് ധ്രുവങ്ങളിലായി തന്നെ കഴിഞ്ഞു പോന്നു. അവൻ്റെ എല്ലാ കാര്യങ്ങളും അവൾ ഏറ്റെടുത്ത് ചെയ്തു പോന്നു. പ്രാതൽ കഴിക്കുമ്പോഴും രാത്രിയിൽ വാതിൽ തുറന്നു തരുമ്പോഴും മാത്രമേ അവൻ അവളെ കണ്ടിരുന്നുള്ളൂ. അഗ്നിക്ക് പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുണ്ട്. അവൻ എഴുന്നേൽക്കുന്നതിന് മുമ്പേ അവൾ എണീറ്റ് പോകും. കുളിച്ച് ഇറങ്ങുമ്പോൾ നല്ല ചൂട് ചായയും ഇടാനുള്ള വസ്ത്രങ്ങളും റെഡിയായി വെച്ചിട്ടുണ്ടാവും. അവൾ എടുത്തു വയ്ക്കുന്ന ഡ്രസ്സ് അവൻ ഇടാറില്ല. പക്ഷേ പോകെ പോകെ അവനത് പ്രതീക്ഷിക്കാൻ തുടങ്ങി. അവൻ ഇടാറില്ല എങ്കിൽ പോലും അവൾ ആ ശീലം മാറ്റിയിട്ടില്ല. രാത്രിയിൽ അവൻ വന്ന് കിടന്നു കഴിഞ്ഞായിരിക്കും അവൾ വന്ന് കിടക്കുക. അല്ലെങ്കിൽ ഓഫീസിൽ ജോലി തീർത്ത് അവൻ വരുമ്പോഴേക്കും അവൾ ഉറങ്ങിയിട്ടുണ്ടാവും. എല്ലാത്തിനും ദക്ഷയുടെ അദൃശ്യ സമീപം ഉണ്ടാവും, അവളുടെ ചെമ്പക സുഗന്ധവും. അഗ്നി ഓഫീസിൽ പോയി കഴിഞ്ഞ് ഉണങ്ങിയ തുണി കബോർഡിൽ അടുക്കി വയ്ക്കുകയായിരുന്നു ദക്ഷ. പെട്ടെന്നാണ് എന്തോ ഒന്ന് അവൾ അഗ്നിയുടെ ഡ്രസ്സിന് ഇടയിൽ കണ്ടത്. അവൾ അത് കൈനീട്ടിയെടുത്തു. ഒരു കുഞ്ഞു ബോക്സായിരുന്നു അത്. തുറക്കാൻ നോക്കിയിട്ട് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. അവൾ ഒന്നുകൂടി ബലം വെച്ച് അത് തുറക്കാൻ നോക്കിയതും അത് അവളുടെ കയ്യിൽ നിന്നും തെന്നിമാറി താഴേക്ക് വീണു. വീണ വീഴ്ചയിൽ അത് രണ്ടായി തുറന്നു. ഉള്ളിലുണ്ടായിരുന്ന പഴയ നിറം മങ്ങിയ ഘടികാരമണിയുടെ ചില്ലുഭാഗം ചിന്നിച്ചിതറി. ദക്ഷ! അഗ്നിയുടെ ആക്രോശം കേട്ട് അവൾ ഞെട്ടിത്തിരിഞ്ഞു. മുൻപിൽ ദേഷ്യത്തിൽ വലിഞ്ഞു മുറുകി നിൽക്കുന്ന അഗ്നിയെ കണ്ടു. അവൾ തലകുനിച്ചു. നിലത്ത് ചിതറിക്കിടക്കുന്ന ഘടികാരം കണ്ടതും അവൻ്റെ കണ്ണുകളിൽ അഗ്നി എരിഞ്ഞു. അവൻ അവളിലേക്ക് ഒരു കൊടുങ്കാറ്റ് പോലെ അടുത്തു. എന്തെങ്കിലും മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ ശക്തമായ അടി കൊണ്ട് നിലത്ത് വീണു കഴിഞ്ഞിരുന്നു ദക്ഷ. കട്ടിലിൻ്റെ അരികിലായി വീണ അവളുടെ മുടി കുത്തിനു പിടിച്ചു ഉയർത്തി അവൻ ദക്ഷയുടെ കവിളിൽ കുത്തിപ്പിടിച്ചു. വേദന കൊണ്ട് അവളുടെ മുഖം ചുളിഞ്ഞു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കവിളിൽ അവൻ്റെ കൈപ്പാട് തിണർത്ത് കാണാം. കീഴ്ചുണ്ട് പൊട്ടി ചോര ഒഴുകി. ആരോട് ചോദിച്ചിട്ടാടി നീ ഇതിൽ കൈവച്ചത്? ഇതൊക്കെ ചെയ്തു എൻ്റെ മനസ്സിൽ കൂടുകൂട്ടി പാർക്ക എന്ന വ്യാമോഹവും കൊണ്ട് എൻ്റെ കൺമുൻപിൽ പോലും വന്നേക്കരുത് നീ. വെറുപ്പാ നിന്നെ എനിക്ക്. ആർക്കാ എന്തിനാ എന്ന് അറിയാതെ കുപ്പത്തൊട്ടിയിൽ പിറന്ന ജന്മം. അവൾ അവനെ ശക്തിയായി തള്ളിമാറ്റി തിരിഞ്ഞുപോലും നോക്കാതെ മുറിവിട്ട് ഇറങ്ങിപ്പോയി. അഗ്നി കാറെടുത്ത് ചീറിപ്പാഞ്ഞു പോയി. അവൻ്റെ മനസ്സ് ആകെ കുലൂഷിതമായിരുന്നു. മനസ്സിൻ്റെ കോണിൽ മറന്നുവെന്ന ധാർഷ്ട്യത്തോടെ ഒളിപ്പിച്ചു വെച്ച പലതും എത്തി നോക്കുന്നതായി തോന്നി അവന്. കാർ ഒരു സൈഡിലായി നിർത്തി അവൻ സ്റ്റിയറിങ്ങിൽ തലവെച്ച് കിടന്നു. ജീവിതത്തിൻ്റെ ഏടുകളിൽ നിന്നും ആ 15കാരൻ്റെ നിഷ്കളങ്കമായ പ്രണയവും സ്വപ്നങ്ങളും ചിതലെടുത്ത് പോയിരിക്കുന്നു. ചുട്ടുകൊള്ളുന്ന തീക്കാറ്റിൽ പഴയ സ്മരണകൾ ഉരുകിയൊലിച്ചു പോയി തുടങ്ങി. എങ്കിലും ഇന്നും മനസ്സിൻ്റെ ഓർമ്മകളിൽ ചില കാര്യങ്ങൾ പഴയതിലും മികവോടെ തെളിഞ്ഞു നിൽക്കുന്നു. ഉദിച്ചു വരുന്ന സൂര്യനെ വരവേൽക്കാൻ കിഴക്കൻ ചക്രവാളൻ ചുവന്ന പട്ടെടുത്ത് പുതുമണവാട്ടിയെപ്പോലെ കാണപ്പെട്ടു. പാടത്ത് പക്ഷികളുടെ ശബ്ദം സംഗീതം പോലെ അലയടിക്കുന്നു. മാമ്പൂവിൻ മണമുള്ള കൊച്ചു കാറ്റത്ത് ചെമ്പകപ്പൂക്കൾ പൊഴിച്ചു. നെൽക്കതിർ തിന്നാനും മറ്റുമായി നിരനിരയായും ഒറ്റപ്പെട്ടു എത്തുന്ന പക്ഷികൾ അവരുടെ പങ്കുവയ്ക്കലുകളും അടിപിടികളുമായി പാറിപ്പറന്നു. കുപ്പിവള കിലുങ്ങുന്ന പോലെ ചിരിച്ചുകൊണ്ട് പട്ടുപാവാടയും ബ്ലൗസ് ഇട്ട ഒരു 13 വയസ്സുകാരി പുസ്തകവും നെഞ്ചിൽ വെച്ച് പുൽനാമ്പുകൾക്കിടയിൽ പറ്റിപ്പിടിച്ച ജലഗണങ്ങളെ കൈകൊണ്ട് തട്ടിത്തെറിപ്പിച്ച് പാടവരമ്പത്തോടെ ഓടുന്നു. അവൾക്ക് പുറകെ ഒരു പൊടിമീശക്കാരനും. അവൾ ആ പാടവരമ്പത്തെ കൈവരിയിൽ കയറി ഇരുന്നു. നല്ല തണുപ്പാണെങ്കിലും ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ കിണ്ണ. ആ എൻ്റെ ചെവി പൊന്നാക്കി. അവൾ ചുണ്ടു കുറിപ്പിച്ചു അവനെ നോക്കി. ഇനി വിളിക്കൂ അങ്ങനെ. ഞാൻ ഇങ്ങനെയേ വിളിക്കൂ. അവൾ ചുണ്ടു കുറിപ്പിച്ചു അവനെ നോക്കി ഒന്ന് പുച്ഛിച്ച് തിരിഞ്ഞിരുന്നു. പിണങ്ങിയോ എൻ്റെ ഏണു? അവൻ അവളുടെ വീർപ്പിച്ചു വച്ചിരിക്കുന്ന കവിളിൽ ഒന്ന് കുത്തി. പിണക്ക? അത് മാറണ വെച്ചാൽ എനിക്ക് നാളെ കുളപ്പടവിലെ ആമ്പല് പറിച്ച് തരണം എൻ്റെ പിറന്നാൾ സമ്മാനമായിട്ട്. ഏറ്റോ? അവൾ കൗതുകത്തോടെ അവനോട് ചോദിച്ചു. അവൻ കുറച്ചുനേരം ആലോചിക്കുന്ന പോലെ ആകാശത്തോട്ടം നോക്കി ചുണ്ടിൽ വിരൽ വെച്ചു. എന്തേ ആലോചിക്കണേ? നാളെ എൻ്റെ ഏണൂട്ടി ആനപ്പുറത്തായിരിക്കില്ലേ സവാരി? അടിയന് ദർശന സൗഭാഗ്യം ഉണ്ടാകുമോ? ദേ കിണ്ണ, എന്നെ കളിയാക്കണ്ട കേട്ടോ. അല്ലെങ്കിലും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഈയിടെയായി എപ്പോഴും എന്നെ കളിയാക്ക. വായനശാലയിൽ വെച്ച് മാധുരിയെ നോക്കി ചിരിച്ചതും അവളുടെ തലയിൽ വെച്ച ജമന്തിപ്പൂ താഴെ വീണപ്പോൾ എടുത്തു കൊടുത്തതും ഒക്കെ കല്യാണി പറഞ്ഞു ഞാൻ അറിഞ്ഞു കേട്ടോ. എന്നോട് മാത്രമേ മിണ്ടാനും പറയാനും സമയമില്ലാത്തുള്ളൂ. മിണ്ടിയാലോ ഇങ്ങനെയും. അവസാനത്തെ വാക്കിലെ ഇടർച്ച അവന് മനസ്സിലായപ്പോൾ അവൻ അവളെ തിരിച്ചിരുത്തി. നിറയെ പീലുകളുള്ള കണ്ണ് രണ്ടും നിറഞ്ഞു തുളുമ്പി. മുഖം ചൂന്നു തുടുത്തു. അയ്യേ കരയെ എൻ്റെ പെണ്ണ്, ഞാൻ തമാശ പറഞ്ഞല്ലേ. മോൾക്ക് ആനസവാരി ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആനയെ തന്നെ പിറന്നാൾ സമ്മാനമായി മേടിക്കുന്ന അച്ഛൻ്റെ ഇടയ്ക്ക് ഞാൻ എപ്പോഴാണ് എൻ്റെ ഏണിയെ കാണുക? അതല്ലേ അങ്ങനെ പറഞ്ഞേ.
അല്ലാതെ നിനക്കല്ലാതെ ആർക്കാ പെണ്ണെ ഞാൻ ആമ്പല് പറിക്കുക? അവൾ ചുണ്ടു കുറുമ്പിച്ചു അവൻ്റെ കയ്യിലൊന്ന് പിച്ചി. ആ, എനിക്ക് വേദനിച്ചു കേട്ടോ പെണ്ണെ. എങ്കിലേ വേദനിക്കാനാ ചെയ്തേ. ഇനി ബന്ദിയും ജമന്തിയും ഒന്നും ആർക്കും എടുത്ത് കൊടുക്കാൻ നിൽക്കണ്ട, കേട്ടല്ലോ? ഇല്ല, ഇനി ഉണ്ടാവില്ല. പോരെ, ഇനി എൻ്റെ പെണ്ണിനെ മാത്രമേ ഞാൻ നോക്കൂ. നിന്നെ മാത്രമേ എൻ്റെ മനസ്സിൽ കുടിയിരുത്തൂ. എൻ്റെ മരണം വരെ. വാക്ക്. അവളുടെ കൈ പിടിച്ചു അവളുടെ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയിലേച്ചു അവൻ പറഞ്ഞു. പെട്ടെന്ന് ദശയുടെ മുഖം മനസ്സിലേക്ക് വന്നത്, ഹൃദയത്തിൽ നൊമ്പരം അനുഭവപ്പെടുന്നത് അവൻ അറിഞ്ഞു. അവൻ ഞെട്ടി എഴുന്നേറ്റു. വേണ്ടായിരുന്നു, അടിക്കേണ്ടിയിരുന്നില്ല. ഒരുപാട് വേദനിച്ച് കാണില്ലേ? അത്രയും കടുത്ത വാക്കുകൾ. ദശയുടെ നിറഞ്ഞ മിഴികളും അടികൊണ്ടു വിങ്ങിയ മുഖവും ഓർക്കെ അവനിൽ വല്ലാത്തൊരു വേദന നിറഞ്ഞു. ആദ്യമായിട്ടൊരു പെൺകുട്ടിയെ അവൻ്റെ വലത് കൈ ഉയർത്തി നോക്കി. അത് ചുരുട്ടി സ്റ്റീറിങ്ങിൽ അടിച്ചു. അവൻ കണ്ണുകൾ അടച്ചു. എന്നാൽ ചിന്നിച്ചിതറിക്കിടന്ന ഘടികാരമണി ഓർത്തതും അവൻ്റെ കണ്ണിൽ കൂടി ഒരു തുള്ളി കണ്ണുനീർ ഒഴുകി കവിളിനെ നനച്ചു. അതല്ലേ നീ ബാക്കിയായി വെച്ചുള്ളൂ പെണ്ണെ എനിക്ക്. അതും ഇന്ന് എന്നിൽ നിന്ന് നഷ്ടമായി. നഷ്ടത്തിൻ്റെ കണക്ക് പുസ്തകത്താളിൽ ഇതുകൂടി ചേർത്തേക്കാം. ദക്ഷ ഏറെ നേരം ആ മുറിയിൽ തന്നെ ഇരുന്നു. എന്തുകൊണ്ടോ കണ്ണുകൾ നിറയുന്നില്ല. മനസ്സ് മരവിച്ചിരിക്കുന്നു. ചില ജന്മങ്ങൾ അങ്ങനെയാണ്. ശപിക്കപ്പെട്ട മുഹൂർത്തങ്ങൾ മാത്രം സമ്മാനിക്കപ്പെടുന്ന വിധിയുടെ കളിപ്പാട്ടങ്ങളാകപ്പെടുന്നവർ. പ്രത്യാശയുടെ ഒരു തരിവട്ടമെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമോ? അറിയാതെ ദേവേട്ടൻ്റെ ഒരു സ്വപ്നമായെങ്കിലും അരികിൽ നിൽക്കാൻ ഭാഗ്യമുണ്ടായാൽ മതി. അത്രയേ ആഗ്രഹിക്കുന്നുള്ളൂ. പക്ഷേ ഏട്ടനിൽ ഞാൻ വന്നു ചേരുവാനായി ഇനിയും എത്ര ജന്മം കാത്തിരിക്കേണ്ടി വരും? താഴെ ചിന്നിച്ചിതറിക്കിടക്കുന്ന ഘടികാരമണിയിൽ ശ്രദ്ധ എത്തിയതും അവൾ അതെടുത്ത് നെഞ്ചോട് ചേർത്തു. വേണ്ടിയിരുന്നില്ല. ഈ ശപിക്കപ്പെട്ട ജീവിതത്തിലേക്ക് ദേവേട്ടനെ കൂടെ വലിച്ചിഴക്കേണ്ടായിരുന്നു. എൻ്റെ ശാപങ്ങൾ ഇപ്പോൾ ഏട്ടനെയും പിന്തുടരുമോ എന്ന ആശങ്ക മനസ്സിനെ ഉലയ്ക്കുന്നു. അവൾ കണ്ണാടിയുടെ മുൻപിലെ തൻ്റെ പ്രതിബിംബത്തിലേക്ക് നോക്കി. അടികൊണ്ട് വിങ്ങിയ മുഖവും കരഞ്ഞു വീർത്ത കൺപോളകളും നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന താലിയിലേക്കും നെറുകയിൽ തെളിഞ്ഞു നിൽക്കുന്ന സിന്ദൂരത്തിലേക്കും കണ്ണുകൾ എത്തിയപ്പോൾ പൊട്ടിയ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. മനസ്സ് അസ്വസ്ഥമായതുകൊണ്ട് അഗ്നി നേരത്തെ ഓഫീസിൽ നിന്നിറങ്ങി. വാതിൽ തുറന്നു തരുന്നത് ദക്ഷ ആയിരിക്കുമെന്ന ചിന്തയിൽ അവൻ വീട്ടിൽ ചെന്നിട്ടും കാറിൽ നിന്നും ഇറങ്ങാതെ ഇരുന്നു. എങ്ങനെ ഫേസ് ചെയ്യൂ അവളെ? തെറ്റ് അവളുടെ ഭാഗത്തുണ്ടെങ്കിൽ പോലും ഒരു സോറി പറഞ്ഞേക്കാം. ഞാൻ അത്രയ്ക്ക് ഒന്നും ചെയ്യാനും പറയാനും പാടില്ലായിരുന്നു. അവൻ ഡോർ തുറന്ന് ഇറങ്ങി കാളിംഗ് ബെൽ അടിച്ചു. കാത്തുനിന്നു. അവൻ്റെ പ്രതീക്ഷകളെ തകിടം മറിച്ചുകൊണ്ട് സുഭദ്ര ആണ് വാതിൽ തുറന്നത്. നീ എന്താ ഇന്ന് നേരത്തെ? ഒന്നുമില്ല സുഭദ്രക്കുട്ടി, ഇന്ന് പെൻഡിങ് ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് നേരത്തെ ഇറങ്ങി. പറയുന്ന കൂട്ടത്തിൽ കണ്ണുകൾ നാലുപാടും പരതി. എന്നാൽ നിരാശ ആയിരുന്നു ഫലം. കുറച്ചുനേരം അവിടെ തന്നെ നിന്നു. തത്തിക്കളിച്ചു. എന്നാൽ കാണാൻ ആഗ്രഹിച്ച ആളെ കാണാൻ സാധിക്കാതിരുന്നപ്പോൾ അവൻ്റെ മുഖം മങ്ങി. നിങ്ങൾ കഴിച്ചില്ലല്ലോ, ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് നമുക്ക് ഒരുമിച്ചിരിക്കാം. ഒരുപാട് നാളുകൾ കൂടിയാണ് അവൻ അത്താഴം കഴിക്കാൻ ഉണ്ടാവുന്നത്. ഇവൻ ഇത് എന്തു പറ്റി? അത്രയും പറഞ്ഞ് മുകളിലേക്ക് കയറിപ്പോകുന്ന അഗ്നിയെ സുഭദ്ര ഒന്ന് നോക്കി നിന്നു. മുകളിൽ റൂമിൽ വന്നിട്ടും ദക്ഷയെ കാണാഞ്ഞപ്പോൾ അഗ്നിക്ക് ചെറുതായി ദേഷ്യം വരാൻ തുടങ്ങി. അവൻ കുളിച്ചു വന്നതും ബെഡിൽ സാധാരണ ഇടാനായി ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ടോ എന്ന് നോക്കി. അവിടെ ശൂന്യമായിരുന്നു. ആ മുറിയിൽ അവന് അനുഭവപ്പെടാറുള്ള അവളുടെ ഗന്ധവും അവന് ലഭിച്ചില്ല. എന്തുകൊണ്ടോ ഉള്ളിലൊരു വിങ്ങൽ അനുഭവപ്പെടുന്നത് തോന്നി. അവൻ പെട്ടെന്ന് എന്തോ ഓർത്തു. അവളുടെ കബോർഡ് തുറന്നു നോക്കി. ഡ്രസ്സും അവളുടെ സാധനങ്ങളും അവിടെ തന്നെ കണ്ടതും ഒരു ദീർഘനിശ്വാസം വിട്ട് അവൻ താഴേക്ക് വന്നു. താഴെ ഡൈനിങ് ടേബിളിൽ ആഹാരം വിളമ്പി വെച്ച് നോക്കി നിൽക്കുന്ന അമ്മയെ കണ്ടെങ്കിലും അവൻ ചുറ്റും ഒന്നുകൂടി നോക്കി. പലവട്ടം അമ്മയോട് ചോദിക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ചു. അവസാനം വേണ്ട എന്ന തീരുമാനത്തിലെത്തി. ആഹാരം കഴിച്ചു എന്ന് വരുത്തി അവൻ എഴുന്നേറ്റു. മുകളിലേക്ക് പോകാതെ വീണ്ടും അവിടെ TV നോക്കിയിരുന്നു. പതിവില്ലാത്ത കണ്ണൻ്റെ പ്രവൃത്തികൾ കണ്ടപ്പോൾ തന്നെ സുഭദ്രയുടെ ചുണ്ടിൽ ചിരി പൊട്ടി. സുഭദ്ര അവൻ്റെ അടുത്ത് വന്നിരുന്നു. മോളൊന്ന് വീണു, ചുണ്ടൊക്കെ പൊട്ടിയിട്ടുണ്ട്, മുഖത്തിനും വീക്കമുണ്ട്. അതുകൊണ്ട് ഇന്ന് അവൾ എൻ്റെ മുറിയിൽ കിടക്കട്ടെ, നീ പോയി കിടക്കാൻ നോക്ക്. അത്രയും പറഞ്ഞു അവർ എണീറ്റു. അത് കേട്ടത് അഗ്നി പെട്ടെന്ന് ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റു. അമ്മേ, അവൾ എന്തെങ്കിലും കഴിച്ചോ? ഇത്തിരി കഞ്ഞി കൊടുത്തു. വാ പൊട്ടിയിരിക്കുന്നതുകൊണ്ട് ചവയ്ക്കാനൊന്നും പറ്റണില്ല പാവത്തിന്. അല്ല, ഹോസ്പിറ്റലിൽ പോണോ? വേണ്ടടാ, ഞാൻ മരുന്ന് പുരട്ടിയിട്ടുണ്ട്. മോൾ ഉറങ്ങി, നീ ചെല്ല്, പോയി കിടന്നുറങ്ങ്. ഞാനും കിടക്കട്ടെ. അവർ റൂമിലേക്ക് കയറി ഡോർ ചാരി. അഗ്നിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ദക്ഷയെ ഒരു നോക്കൊന്നോ കണ്ടിരുന്നെങ്കിൽ എന്ന് അവൻ അതിയായി ആഗ്രഹിച്ചു. ഇത്രയും നേരവും എല്ലായിടത്തും നോക്കിയിട്ടും അമ്മയുടെ മുറിയിൽ നോക്കാതിരുന്ന ബുദ്ധിശൂന്യതയെ അവൻ പഴിച്ചു. അവൻ കുറച്ചുനേരം സുഭദ്രയുടെ മുറിയുടെ മുൻപിൽ നിന്നു. പിന്നെ തിരിഞ്ഞു മുകളിലേക്ക് നടന്നു. റൂമിലെത്തി കട്ടിലിൽ കിടന്നിട്ടും വല്ലാത്തൊരു വീർപ്പുമുട്ടൽ അവന് അനുഭവപ്പെട്ടു.
നാളെ രാവിലെ എന്തായാലും ഞാൻ കുളിക്കാൻ കയറുമ്പോൾ അവൾ വരും, അപ്പോൾ കാണാം. അവൻ പെട്ടെന്ന് തന്നെ സാധാരണ വയ്ക്കാറുള്ള അലാറത്തിൻ്റെ സമയം കുറച്ച് നേരത്തെയാക്കി വെച്ചു. എന്നിട്ട് എന്തോ ഓർത്ത് ഒന്ന് ചിരിച്ചു. എന്നാൽ എന്നും ഉണ്ടാകാറുള്ള സാമീപ്യം അടുത്തില്ലാത്തപ്പോൾ എന്തോ ഒരു ശൂന്യത തന്നെ പൊതിയുന്നതായി തോന്നി. ഇല്ല, ഇതെല്ലാം കുറ്റബോധം കൊണ്ട് തോന്നുന്നതാണ്. ആദ്യമായി ഒരു പെണ്ണിനെ തല്ലിപ്പോയതിൻ്റെ കുറ്റബോധം. അത് നാളെ അവളെ കണ്ടൊരു സോറി പറയുമ്പോൾ മാറും. അവൻ കണ്ണുകൾ അടച്ചു പുതപ്പെടുത്ത് തലവഴി മൂടി. പക്ഷേ ദശയുടെ നിറഞ്ഞ കണ്ണുകൾ വീണ്ടും അവനെ വേട്ടയാടാൻ തുടങ്ങിയതും അവൻ പുതപ്പ് മാറ്റി ചാടി എണീറ്റു. കോപ്പ്, ഉറങ്ങാനും പറ്റുന്നില്ലല്ലോ. അവളല്ലേ കുറ്റക്കാരി? അവളോട് ആര് പറഞ്ഞു എൻ്റെ സാധനങ്ങൾ എടുക്കാൻ? അതെടുത്തതും പോരാ, നശിപ്പിക്കുകയും ചെയ്തു. ദേഷ്യം വന്നപ്പോൾ അടിച്ചുപോയി. അതിന് നാളെ ഒരു സോറി പറയുമ്പോൾ തീരും, അത്രയേ ഉള്ളൂ. അവൻ പെട്ടെന്ന് കട്ടലിൽ നിന്നും ചാടി ഒന്ന് ആലോചിച്ചു. പിന്നെ എഴുന്നേറ്റ് ഡോർ തുറന്ന് താഴേക്ക് സുഭദ്രയുടെ മുറി ലക്ഷ്യമാക്കി നടന്നു. അഗ്നി സുഭദ്രയുടെ റൂമിൻ്റെ വാതിക്കൽ വന്ന് നിന്നു. പിന്നെ രണ്ടും കൽപ്പിച്ച് ഡോർ തുറക്കാൻ തള്ളി നോക്കി. ഡോർ ലോക്കാണ്. എത്ര തള്ളിയിട്ടും കാര്യമില്ല. ഈ അമ്മ എന്തിനാ ഡോർ ലോക്ക് ചെയ്തത്? ഒന്ന് കണ്ടിരുന്നെങ്കിൽ ഉള്ളിലെ ആ അസ്വസ്ഥത അങ്ങ് മാറിയേനെ. അല്ല, ഞാനെന്തിനാ അസ്വസ്ഥനാകുന്നത്? അവളോട് ഞാൻ എൻ്റെ കാര്യങ്ങളിൽ കൈകടത്തരുതെന്ന് പറഞ്ഞിട്ടും അവൾ എന്തിനാ അത് തന്നെ ചെയ്തത്? മതി, ഇനി എന്താണെങ്കിലും നാളെ രാവിലെ മതി. അവൻ റൂമിൽ പോയി കിടന്നു. രാവിലെ അലാറം അടിച്ചപ്പോൾ തന്നെ എഴുന്നേറ്റ് ഫ്രഷായി ദശ വരുന്നത് നോക്കിയിരുന്നു. ചായയും ഇല്ല, ഡ്രസ്സും ഇല്ല, ദശയും ഇല്ല. അഗ്നിക്ക് ദേഷ്യം വന്നു തുടങ്ങി. അവൾ ഇതെന്ത് വിചാരിച്ചാ? ഞാൻ അവളുടെ ഭർത്താവല്ലേ? ഒരു ചായയെങ്കിലും കൊണ്ട് തരേണ്ട കടമയില്ലേ അവൾക്ക്? ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ഇന്നത്തെ കൊണ്ട് ഇതിനൊരു തീരുമാനം ഞാൻ ഉണ്ടാക്കും. അവൻ ചാടിത്തുള്ളി താഴേക്കിറങ്ങി. അടുക്കളയിൽ ശബ്ദം കേട്ട് അങ്ങോട്ട് ചെന്നപ്പോൾ സുഭദ്ര തേങ്ങ തിരുവുന്നത് കണ്ടു. അവൻ നേരെ അമ്മയുടെ മുറിയിലേക്ക് പോയി. അവിടെ ദശ ഉണ്ടായിരുന്നില്ല. അവനെല്ലാം കൂടി ഭ്രാന്ത് പിടിക്കാൻ തുടങ്ങി. അപ്പോഴാണ് വെളിയിൽ കലവില ശബ്ദം കേട്ടത്. അവൻ പിറകിലേക്ക് നടന്നു. അവിടെ കുറേ പീക്കിരി പിള്ളേർ എല്ലാവരും കൂടി മൂവാണ്ടന്മാവിൻ്റെ കീഴിൽ ഇരിപ്പുണ്ട്. ഒരേ ദിക്കിലേക്ക് നോക്കി ചിരിക്കുകയും കളി പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവൻ എന്താണെന്ന് കാണാനുള്ള ആകാംക്ഷയിൽ എത്തിവലിഞ്ഞു നോക്കി. ഒരു കരിമ്പൂച്ച ധാവണിയും ഉടുത്ത് കയ്യിലൊരു വടിയുമായി നിൽക്കുന്ന ദക്ഷയെ കണ്ടു അവൻ അത്ഭുതപ്പെട്ടു. തലയിൽ കിരീടം പോലെ പ്ലാവില വെച്ചുണ്ടാക്കിയ ഒരു തൊപ്പിയും ഉണ്ട്.